بسم الله الحمد لله الذي علم بالقلم علم الإنسان ما لم يعلم. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറെ പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ രഹസ്യവും പരസ്യവുമായ മേഖലകളിൽ പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്. അതിന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ വെള്ളിയാഴ്ചകളിലും അള്ളാഹുവിൻ്റെ ഉന്നതങ്ങളായ മഹനീയമായ നാമങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു വരുന്നത്. കഴിഞ്ഞ ദർസിൽ അൽ ഹലീം എന്ന അള്ളാഹുവിൻ്റെ നാമവുമായി ബന്ധപ്പെട്ട ഏതാനും ചില കാര്യങ്ങൾ നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. അൽ ഹലീം എന്നാൽ തെറ്റ് ചെയ്ത അള്ളാഹുവിൻ്റെ അടിയാന്മാർക്ക് തൗബ ചെയ്യാൻ അവസരം നീട്ടി നൽകുന്നവൻ, സഹനശീലനായിട്ടുള്ളവനാണ് അൽ ഹലീം എന്നത് നമ്മൾ മനസ്സിലാക്കി. തെറ്റ് ചെയ്ത അടിമയെക്കുറിച്ചും അവൻ്റെ തെറ്റിൻ്റെ ഗൗരവത്തെക്കുറിച്ചും പൂർണ്ണമായി അറിവുണ്ടായിരിക്കെ തന്നെ അവനെ ശിക്ഷിക്കുവാനുള്ള പരിപൂർണമായ അധികാരവും കഴിവും ഉണ്ടായിരിക്കെ തന്നെ ഉടനെ ശിക്ഷ നൽകാതെ തൗബ ചെയ്യാനുള്ള അവസരം നൽകുന്നു എന്നതാണ് അൽ ഹലീം എന്ന നാമവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ടാണ് അൽ ഹലീം എന്ന അള്ളാഹുവിൻ്റെ നാമത്തിൻ്റെ കൂടെ അൽ അലീം, എല്ലാം അറിയുന്നവൻ എന്ന നാമവും, അൽ ഖദീർ, അൽ അദീം, മഹത്വമേറിയവൻ എന്ന നാമവുമെല്ലാം ചേർന്നു വന്നത് എന്നും നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. ഇങ്ങനെ അള്ളാഹുവിൻ്റെ ഈ നാമം മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യുന്ന വിശ്വാസികൾ എന്ന നിലയിൽ നമ്മളിൽ ഉണ്ടായിരിക്കേണ്ട ചില ഗുണങ്ങളെക്കുറിച്ചാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. എല്ലാ നാമങ്ങളും പഠിക്കുമ്പോൾ നമ്മൾ പറയുന്നത് പോലെ തന്നെ അള്ളാഹുവിൻ്റെ നാമങ്ങളെല്ലാം അള്ളാഹുവിൻ്റെ വഹ്ദാനിയത്തിനെ, അള്ളാഹുവിൻ്റെ ഏകത്വത്തെ, അള്ളാഹുവിന് മാത്രം ഇബാദത്തുകൾ എന്നത് ബോധ്യപ്പെടുത്തുന്നതാണ് എന്ന് നമുക്കറിയാം. ഹലീമായ അള്ളാഹുവിനെ മനസ്സിലാക്കുന്ന ഒരു മനുഷ്യന് തനിക്ക് അഭയമായി തൻ്റെ തെറ്റുകൾ പൊറുക്കുന്ന കാരുണ്യവാനായ റബ്ബ് എനിക്കുണ്ടെന്ന് മനസ്സിലാക്കാനും ആ റബ്ബിലേക്ക് ആത്മാർത്ഥമായി മടങ്ങുവാനും അവന് സാധിക്കുമെന്നുള്ളത് തീർച്ചയാണ്. അതുപോലെ തന്നെ അൽ ഹലീം എന്ന നാമവുമായി ബന്ധപ്പെട്ട് അള്ളാഹുവിൻ്റെ ചില നാമങ്ങൾ സൃഷ്ടികളിൽ ഉണ്ടാകുവാൻ, അതിൻ്റെ ഗുണങ്ങൾ അല്ലെങ്കിൽ ആ നാമത്തിൻ്റെ തേട്ടം സൃഷ്ടികളിൽ ഉണ്ടാകുവാൻ അള്ളാഹു തആല ഇഷ്ടപ്പെടാറുണ്ട്. ചില നാമങ്ങൾ അള്ളാഹുവിന് മാത്രം ഖാസായതുമാണ്. അൽ ഖാലിഖ്, അൽ അഹദ്, അസ്സമദ്, അല്ലാമുൽ ഖുയൂബ് തുടങ്ങിയ അള്ളാഹുവിൻ്റെ നാമങ്ങളൊക്കെ അള്ളാഹുവിന് മാത്രം ഖാസാണ്. അതൊരു സൃഷ്ടികൾക്കും പേര് വിളിക്കുക പാടില്ലാത്തതാണ്. എന്നാൽ അൽ കരീം, അർ റഹീം, അൽ ഹലീം
തുടങ്ങിയ അള്ളാഹുവിൻ്റെ നാമങ്ങൾ സൃഷ്ടികളിലും ഉണ്ടാകണമെന്ന് അള്ളാഹു തആല ഇഷ്ടപ്പെടുന്നവയാണ്. അള്ളാഹു തആല ഔദാര്യവാനാണ്. സൃഷ്ടികൾ പരസ്പരം ഔദാര്യം കാണിക്കുന്നതിനെയും അള്ളാഹു തആല ഇഷ്ടപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ അള്ളാഹു തആല പരമകാരുണ്യകനാണ്. സൃഷ്ടികൾ പരസ്പരം കരുണ കാണിക്കുന്നതിനെ അള്ളാഹു തആല ഇഷ്ടപ്പെടുന്നുണ്ട്. അതിൽപ്പെട്ട അള്ളാഹുവിൻ്റെ നാമമാണ് അൽ ഹലീം, സഹനശീലൻ. അള്ളാഹുവിനോട് തെറ്റ് ചെയ്യുന്ന അടിമക്ക്, അള്ളാഹുവിനെ ധിക്കരിക്കുന്ന അടിമക്ക് പുറത്തു കൊടുക്കാനും അവൻ ചെയ്ത പാപം എത്ര വലുതാണെങ്കിലും അവന് മാപ്പേകാനും അള്ളാഹു സുബ്ഹാനഹു വ തആല തയ്യാറാണെന്ന് അള്ളാഹുവിൻ്റെ നാമം പഠിക്കുമ്പോൾ വിശ്വാസികൾക്കിടയിൽ ജീവിതത്തിലുണ്ടാകുന്ന പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും അല്ലെങ്കിൽ പരസ്പരമുണ്ടാകുന്ന തെറ്റുകുറ്റങ്ങളിലുമെല്ലാം പരസ്പരം വിട്ടുവീഴ്ച ചെയ്യാനും പുറത്തു കൊടുക്കുവാനും സഹനത്തോടുകൂടി വർത്തിക്കുവാനും സാധിക്കണമെന്നുള്ളത് ഈ നാമം പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പ്രവാചകന്മാരുടെ സിഫത്തുകളായി, അവരുടെ നാമമായി അൽ ഹലീം എന്ന നാമം എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമയെ പറ്റി പറഞ്ഞിടത്ത് ഇന്ന ഇബ്രാഹിം ലഅവ്വാഹുൻ ഹലീം, ഇബ്രാഹിം നബി സഹനശീലനായിരുന്നു എന്ന് അല്ലാഹു തആല പറയുന്നു. അതുപോലെ തന്നെ ഇന്ന ഇബ്രാഹിം ലഹലീമുൻ അവ്വാഹും മുനീബ്, അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങുന്ന സഹനശീലനായ വ്യക്തിയായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഇസ്മായിൽ നബി അലൈഹിസ്സലാമയെ പറ്റി ഇബ്രാഹിം നബിക്ക് സന്തോഷ വാർത്ത അറിയിക്കുമ്പോഴും ഇസ്മായിൽ നബിയെ പറ്റിയും അല്ലാഹു തആല പറഞ്ഞത് ഫബശ്ശർനാഹു ബിഗുലാമിൻ ഹലീം, ഹലീമായ ഒരു കുട്ടിയെ കൊണ്ട് നാം അദ്ദേഹത്തിന് ഇബ്രാഹിം നബിക്ക് സന്തോഷ വാർത്ത അറിയിക്കുകയുണ്ടായി എന്നതാണ്. അതുകൊണ്ട് തന്നെ ഹിൽമ് എന്ന ഗുണം, സഹനശീലത എന്നത്, വിവേകമെന്നത്, അവധാനത എന്നത് വിശ്വാസികളിൽ ഉണ്ടാകേണ്ട ഏറ്റവും സുപ്രധാനമായ ഗുണമാണ്. മഹാനായ അഷജ് അബ്ദുൽ ഖൈസ് റളിയല്ലാഹു അൻഹു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രസിദ്ധനായ സ്വഹാബിയാണ്. അദ്ദേഹത്തിൻ്റെ സമൂഹത്തിൽ അദ്ദേഹം നേതാവുമാണ്. അദ്ദേഹത്തെ പറ്റി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ഇന്ന ഫീക ഖസ്ലതൈൻ, താങ്കളിൽ രണ്ട് ഖസ്ലത്തുകളുണ്ട്, രണ്ട് സ്വഭാവങ്ങളുണ്ട്. യുഹിബ്ബുഹുമല്ലാഹ്, ആ രണ്ട് കാര്യവും അല്ലാഹു തആല ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു. അൽ ഹിൽമു വൽ അനാഹ്, അൽ ഹിൽമു വൽ അനാതു, അത് ഒന്ന് ഹിൽമാണ്, വിവേകമാണ്. മറ്റൊന്ന് വൽ അനാത്ത്, സാവകാശം നൽകുക എന്ന ഗുണവുമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ പുകഴ്ത്തി പറഞ്ഞതായി കാണാം. ഇവിടെ ഈ രണ്ട് ഗുണങ്ങളും അദ്ദേഹത്തിൽ ഉണ്ടെന്നും ആ രണ്ട് ഗുണങ്ങളും അല്ലാഹു തആല ഏറെ ഇഷ്ടപ്പെടുന്നുവെന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയുണ്ടായി. ഇതുപോലെ തന്നെ ആയിഷ റളിയല്ലാഹു അൻഹയോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ കാണാം അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ അല്ലാഹു റഫീഖുൻ യുഹിബ്ബുർ റിഫ്ഖ വയുഅതി അലൽ റിഫ്ഖി മാ ലാ യുഅതി അലൽ ഉൻഫ് വമാ ലാ യുഅതി അലാ മാ സിവാഹ്. അല്ലാഹു വിവേകം കാണിക്കുന്നവനാണ്. അവൻ ഏത് കാര്യത്തിലെയും വിവേകപൂർണമായ ഇടപെടലുകളെ അവൻ ഇഷ്ടപ്പെടുന്നു. അവിവേകത്തോടുകൂടെ പരുഷമായി പെരുമാറുന്ന ആളുകൾ ആ പരുഷമായ പെരുമാറ്റത്തിൽ ലഭിക്കുന്നതിനേക്കാളും കൂടുതൽ പുണ്യങ്ങൾ, നന്മകൾ അത് റിഫ്കോടുകൂടെ ലോലമായി മൃദുലമായി പെരുമാറുമ്പോൾ ലഭിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഹദീസിലും നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ മാലിക്കായ, നമ്മുടെ റാസിഖായ അല്ലാഹു സുബ്ഹാനഹു വ തആല
നമ്മോട് ഹിൽമ കാണിക്കണമെന്നും വിവേകം കാണിക്കണമെന്നും നമ്മൾ ചെയ്ത തിന്മകൾ മറച്ചുവെക്കുവാൻ തൗബ ചെയ്യുവാനുള്ള അവസരം നൽകി നമ്മോട് വിവേകത്തോടു കൂടി പെരുമാറണമെന്നും നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ മനുഷ്യർക്കിടയിൽ സംഭവിക്കുന്ന തെറ്റുകുറ്റങ്ങളിൽ പരസ്പരം പുറത്തു കൊടുക്കാനും അപരനോട് സഹനം കാണിക്കാനും വിശ്വാസികൾ ശ്രദ്ധിക്കണമെന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇമാം ഖുർത്തുബി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതായി കാണാം, ഫമിനൽ വാജിബി അലാ മൻ അറഫ അന്ന റബ്ബഹു ഹലീമൻ അലാ മൻ അസാഹ്. അള്ളാഹുവിനെ ധിക്കരിക്കുന്ന, അള്ളാഹുവിൽ ധിക്കാരം പ്രവർത്തിക്കുന്ന ഒരാൾക്ക് തൻ്റെ റബ്ബ് അവനോട് വിവേകത്തോടു കൂടി പെരുമാറുന്നു എന്ന് മനസ്സിലാക്കിയ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന് നിർബന്ധമാണ് അൻ യഹ്ലുമഹു അലാ മൻ ഖാലഫ അംറ. അവൻ്റെ കൽപ്പനകളെ, ആ വ്യക്തിയുടെ കൽപ്പനകളെ ആരെങ്കിലും ധിക്കരിച്ചാൽ അവനോട് ഹിൽമോട് കൂടി വിവേകത്തോടു കൂടി പെരുമാറുക എന്നത് അവൻ്റെ മേൽ നിർബന്ധമാണ്. ഫദാലിക ബിഹി ഔല ഹത്താ യകൂന ഹലീമൻ ഫയുനാലു മിൻ ഹാദൽ വസ്ഫി ബിമിഖ്ദാരി മാ യക്സിറു സൂറത ഗളബിഹി. ഈ ഒരു ഗുണം അവനിൽ, അവൻ്റെ ഗളബ്, അവൻ്റെ ദേഷ്യം അത് കെട്ടടങ്ങുവാൻ എത്രമാത്രം ആവശ്യമാണോ അതിനനുസരിച്ച് ഈ ഗുണത്തെ അവൻ നേടിയെടുക്കേണ്ടതുണ്ട് എന്ന് ഇമാം ഖുർത്തുബി റഹിമഹുല്ല സൂചിപ്പിച്ചതായി നമുക്ക് വായിക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഹിൽമോട് കൂടി പരസ്പരം പെരുമാറുക, വിവേകത്തോടു കൂടി പരസ്പരം പെരുമാറുക എന്നത് നമുക്ക് ആവശ്യമായ കാര്യമാണ്. അല്ലാഹു തആല സൂറത്ത് ശൂറയിൽ പറഞ്ഞു, ജസാഉ സയ്യിഅത്തിൻ സയ്യിഅത്തുൻ മിസ്ലുഹാ ഫമൻ അഫ വഅസ്ലഹ ഫഅജ്റുഹു അലല്ലാഹ്. ഒരു തിന്മക്ക് അതിൻ്റെ പ്രതിഫലം അതിന് തത്തുല്യമായ ഒരു തിന്മയാണ്. എന്നാൽ ഫമൻ അഫ വഅസ്ലഹ, അവനോട് ചെയ്ത അക്രമത്തിൽ ആരെങ്കിലും അപരന് പുറത്തു കൊടുക്കുന്നുവെങ്കിൽ, നന്നാക്കുന്നുവെങ്കിൽ ഫഅജ്റുഹു അലല്ലാഹ്, അവൻ്റെ പ്രതിഫലം അള്ളാഹുവിൻ്റെ അരികിലാണ്. അവന് കണക്കില്ലാത്ത പ്രതിഫലം അള്ളാഹു തആല നൽകും. അതുപോലെ തന്നെ സൂറത്ത് ശൂറയിൽ മറ്റു വചനത്തിൽ കാണാം, വലമൻ സ്വബറ വഗഫറ ഇന്ന ദാലിക ലമിൻ അസ്മിൽ ഉമൂർ. ക്ഷമിക്കുകയും പൊറുക്കുകയും ചെയ്യുക എന്നത് അത് ഏറ്റവും ഗൗരവമായ കാര്യമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ സൂചിപ്പിക്കുന്നുണ്ട്. മാത്രവുമല്ല, നമ്മൾ പരസ്പരം വിവേകത്തോടുകൂടെ പരസ്പരം പുറത്തും സഹിച്ചുമാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ സദാസമയം അള്ളാഹുവിൻ്റെ സഹായം നമ്മുടെ കൂടെ ഉണ്ടാകുമെന്നാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത്. ഒരിക്കൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് വന്നിട്ട് പറയാണ്, യാ റസൂലല്ലാഹ് ഇന്നലി ഖറാബ, എനിക്ക് ഒരു കുടുംബ ബന്ധമുണ്ട്. അസ്ലുഹും വയഖ്തഊനി, ഞാൻ ആ കുടുംബ ബന്ധം പരമാവധി ചേർക്കാൻ ശ്രമിക്കും, പക്ഷേ അവർ ആ ബന്ധം മുറിച്ചു കളയാണ്. വഅഹ്സിനു ഇലൈഹിം വയുസീഊന ഇലയ്യ, ഞാൻ അവരോട് നന്മ ചെയ്യാൻ, അവർക്ക് ഗുണം ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നു, എന്നാൽ അവരെന്നോട് അക്രമമാണ് പ്രവർത്തിക്കുന്നത്. വഅഹ്ലുമു അൻഹും വയജ്ഹലൂന അലയ്യ, അവരോട് ഞാൻ വിവേകത്തോടു കൂടി പെരുമാറുന്നു, എന്നാൽ അവരെന്നോട് അവിവേകത്തോടു കൂടിയാണ് പെരുമാറുന്നത്. ഫഖാല, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ പറഞ്ഞു, ലഇൻ കുൻത കമാ ഖുൽത്, നീ പറഞ്ഞതുപോലെയാണ് കാര്യമെങ്കിൽ ഫകഅന്നമാ തുസിഫുഹുൽ മല്ല, വെണ്ണീരാണ് അവരെ നീ തീറ്റിക്കുന്നത്. എന്നിട്ട് തുടർന്ന് നബി പറഞ്ഞു, വലാ യസാലു മഅക മിനല്ലാഹി ളഹീറുൻ അലൈഹിം മാ ദുംത അലാ ദാലിക്, നീ ഈ കാര്യത്തിൽ നിലകൊള്ളുന്ന കാലത്തോളം അവർക്കെതിരെ അള്ളാഹുവിൻ്റെ സഹായം നിന്റെ കൂടെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുമെന്നാണ്. അഥവാ നീ അവർ കുടുംബ ബന്ധം മുറിച്ചു കളഞ്ഞാലും അത് നീ ചേർക്കുന്നു, നിന്നോട് അവർ തിന്മ പ്രവർത്തിച്ചാലും അവരോട് നീ നന്മ ചെയ്യുന്നു, അവിവേകത്തോടു കൂടി അവർ നിന്നോട് പെരുമാറിയാലും ഹിൽമോടുകൂടെ വിവേകത്തോടുകൂടി നീ അവരോട് പെരുമാറുന്നുവെങ്കിൽ അള്ളാഹുവിൻ്റെ സഹായം സദാസമയം നിന്റെ കൂടെ ഉണ്ടായിരിക്കുമെന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നതായി കാണാം.
അതുപോലെ തന്നെ നമ്മൾ വിവേകത്തോടു കൂടിയാണ് കാര്യങ്ങളെ അഭിമുഖീകരിക്കുന്നതെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ നമുക്ക് പ്രൊട്ടക്ഷനായി അല്ലെങ്കിൽ നമുക്ക് പ്രതിരോധമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുമെന്നാണ്. ഒരു ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസിൽ ഇങ്ങനെ കാണാം. സഈദ് ഇബ്നു മുസയ്യിബ് റളിയല്ലാഹു അൻഹു പറയാണ്, ബൈനമാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജാലിസുൻ വമഅഹു അസ്ഹാബുഹു, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബത്തും ഇങ്ങനെ ഇരിക്കുകയാണ്. ഫവഖഅ റജുലുൻ ബിഅബീ ബക്കർ ഫആദാഹ്, ഒരാൾ വന്നിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉപദ്രവിക്കുകയും ചീത്ത പറയുകയും ചെയ്തു. ഫസമത അൻഹു അബൂബക്കർ, അബൂബക്കർ റളിയല്ലാഹു അൻഹു നിശബ്ദമായി കേട്ടിരുന്നു. സുമ്മ ആദാഹു സാനിയ, രണ്ടാമതും അദ്ദേഹത്തെ ഉപദ്രവിച്ചു. ഫസമത അൻഹു അബൂബക്കർ, അപ്പോഴും അബൂബക്കർ റളിയല്ലാഹു അൻഹു മിണ്ടാതിരുന്നു. ഫആദാഹു സാലിസ, മൂന്നാമതും അബൂബക്കർ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഉപദ്രവിച്ചു. ഫൻതസറ മിൻഹു അബൂബക്കർ, അബൂബക്കറെ അതിന് എതിരെ സംസാരിച്ചു അല്ലെങ്കിൽ അതിനെ പ്രതിരോധിച്ചു. ഫഖാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹീന ഇൻതസറ അബൂബക്കർ, അബൂബക്കർ റളിയല്ലാഹു അൻഹു ഈ കാര്യം ചെയ്തപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മജ്ലിസിൽ നിന്ന് എഴുന്നേറ്റു. ഫഖാല അബൂബക്കർ ഔജത അലയ്യ യാ റസൂലല്ലാഹ്, അബൂബക്കർ റളിയല്ലാഹു അൻഹു മനസ്സിലായി, പ്രവാചകന് ഇത് മനസ്സിലായി, ഇത് പ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന്. പ്രവാചകരെ, അങ്ങേക്ക് പ്രയാസം ഉണ്ടാക്കിയോ? അപ്പോൾ പ്രവാചകൻ പറഞ്ഞത്, നസല മലകും മിനസ് സമാഇ യുകദ്ദിബുഹു ബിമാ ഖാല ലക്, ഓരോ പ്രാവശ്യവും നിന്നെ ചീത്ത പറയുന്ന സമയത്ത്, നിന്നെ ഉപദ്രവിക്കുന്ന സമയത്ത് ഒരു മലക്ക് ആകാശത്ത് നിന്ന് ഇറങ്ങിയിട്ട് അദ്ദേഹത്തെ കളവാക്കുന്നുണ്ടായിരുന്നു. ഇയാൾ പറഞ്ഞത് ശരിയല്ല, അദ്ദേഹം കള്ളമാണ് പറയുന്നതെന്ന് ഓരോ സമയത്തും ഒരു മലക്ക് വന്ന് താങ്കളെ പ്രതിരോധിക്കുന്നുണ്ടായിരുന്നു. ഫലമ്മൻ തസറത വഖഅ ശൈത്താൻ, എന്നാൽ താങ്കൾ അതിൽ പ്രതികരിച്ചതോടുകൂടി അവിടെ ശൈത്താൻ ഇറങ്ങി വന്നു. ഫലം അകുൻ ലി അജ്ലിസ ഇദ് വഖഅ ശൈത്താൻ, ശൈത്താനുള്ള സ്ഥലത്ത് ഞാൻ ഇരിക്കുന്നതല്ല, അതുകൊണ്ടാണ് ഞാൻ അവിടുന്ന് എഴുന്നേറ്റത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രതികരിക്കുകയുണ്ടായി. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഓരോ സംഭവങ്ങളിലും നമ്മുടെ പ്രതികരണങ്ങളെ നമ്മൾ ശ്രദ്ധയോടുകൂടി കാണേണ്ടതുണ്ട്. അത് നമ്മുടെ സോഷ്യൽ മീഡിയയിലായിരുന്നാലും സാമൂഹിക ജീവിതത്തിലെ ഇടപെടലുകളിലായിരുന്നാലും പ്രതികരിക്കുന്നതിന് മുമ്പ് നമ്മൾ ആലോചിക്കണം, എന്താണ് വികാരമെന്നും എന്താണ് വിവേകമെന്നും എന്താണ് അവിവേകമെന്നും ചിന്തിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ കാര്യങ്ങളിൽ ഇടപെടേണ്ടത് എന്നുള്ളതാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത്. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിത ചരിത്രത്തിൽ ഒരുപാട് സംഭവങ്ങൾ പ്രവാചകൻ ഇതുപോലെ വിവേകത്തോടു കൂടി പെരുമാറിയത് നമുക്ക് കാണാൻ സാധിക്കും. അതിൽപ്പെട്ട ചില സംഭവങ്ങൾ കൂടെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാണ്, കുൻതു അംശി മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഅലൈഹി ബുർദുൻ നജ്റാനി ഖലീദു ഹാഷിയ, ഞാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഇങ്ങനെ നടക്കുകയാണ്. പ്രവാചകന്റെ കഴുത്തിൽ നജ്റാനി ആയിട്ടുള്ള ഒരു വിരിപ്പുണ്ട്, ഒരു പുതപ്പുണ്ട്. ഖലീദുൽ ഹാഷിയ, അതിന്റെ അറ്റം നല്ല ഷാർപ്പായിട്ടുള്ള മൂർച്ചയുള്ള അറ്റമാണ് അതിനുള്ളത്. ഫഅദ്റകഹു അറാബിയൻ ഫജബദഹു ബിരിദാഇഹി ജബ്ദതൻ ശദീദ, അപ്പോൾ വഴിയിൽ ഒരു അറാബി വന്നിട്ട് ആ പുതപ്പ് നബിയുടെ കഴുത്ത് കൂട്ടി പിടിച്ചു, അല്ല ശക്തമായി പിടിച്ചു. ഹത്താ നദർതു ഇലാ സഫഹത്തിൻ ആതിഖി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഖദ് അസ്സറത് ബിഹാ ഹാഷിയതു ബുർദത്തി മിൻ ഷിദ്ദത്തി ജബ്ദതിഹി, അദ്ദേഹത്തിന്റെ ആ കഠിനമായ പിടുത്തം വലിയ കാരണത്താൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തോളിൽ അത് പാട് വീഴ്ത്തുകയും ചെയ്തു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, യാ മുഹമ്മദ് മുർലി മിൻ മാലില്ലാഹി അല്ലദീ ഇൻദക്, അദ്ദേഹത്തിന്റെ ആവശ്യം അതാണ്, അള്ളാന്റെ സ്വത്തിൽ താങ്കളുടെ പക്കൽ നിന്നുള്ളത് എനിക്ക് നൽകാൻ താങ്കൾ ആവശ്യപ്പെടണം, കൽപ്പിക്കണമെന്ന്. ഫൽതഫത ഇലൈഹി റസൂലുള്ളാഹ്, റസൂൽ അദ്ദേഹത്തിലേക്കൊന്ന് നോക്കി. സുമ്മ ളഹിക, എന്നിട്ട് നബി ചിരിച്ചു. സുമ്മ അമറ ലഹു ബിഅതാഇൻ, എന്നിട്ട് അദ്ദേഹത്തിന് പണം നൽകാൻ, സമ്പത്ത് നൽകാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കുകയും ചെയ്തു. ഇവിടെ ഈ അറാബിക്ക് നബിനോട് നേരിട്ട് വന്ന് ചോദിച്ചാൽ മതി, പക്ഷെ അറാബിയാണ്, അവരുടെ സ്വഭാവം അങ്ങനെയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേദന ഉണ്ടായിട്ടുണ്ട്, പ്രവാചകന് പ്രയാസം ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അതിനെക്കുറിച്ച് നബി ഒന്നും പ്രതികരിച്ചിട്ടില്ല. കാരണം അറാബിയുടെ സ്വഭാവം
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയാം. പ്രവാചകൻ അവിടെ ചിരിക്കുകയാണ് ചെയ്തത്. അദ്ദേഹം ചോദിച്ചത് ന്യായമായ കാര്യമാണ്. ആ കാര്യം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് നൽകുകയും ചെയ്തു. ഇതായിരുന്നു പ്രവാചകന്റെ വിവേകം. അതുപോലെ തന്നെ മറ്റൊരു സംഭവത്തിൽ നമുക്ക് കാണാം, യഹൂദിയായിട്ടുള്ള ഒരാളുടെ ചരിത്രം വിശദീകരിക്കുന്നിടത്ത് അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വരാനുള്ള സാഹചര്യം പറയുന്നിടത്ത് നമുക്ക് ഇങ്ങനെ വായിക്കാം. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് കുറച്ചാളുകൾ, ഒരു വ്യക്തി പ്രവാചകന്റെ അരികിലേക്ക് വന്നു. അദ്ദേഹം പറഞ്ഞത്, ഞങ്ങളുടെ നാട്ടിൽ ധാരാളം ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ഇന്ന് അവരെല്ലാം പട്ടിണിയിലാണ്, പ്രയാസവും എന്താ പറയാ, നാട്ടില് ഭക്ഷണമില്ലാത്ത ക്ഷാമം ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് കുറച്ച് ഭക്ഷണം ഞങ്ങൾക്ക് തന്ന് താങ്കൾ സഹായിക്കണമെന്ന് പറഞ്ഞു. ആ സമയത്ത് പ്രവാചകന്റെ പക്കൽ അദ്ദേഹത്തിന് നൽകാനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ യഹൂദിയായ മനുഷ്യൻ അദ്ദേഹത്തിന് കടമായി പ്രവാചകന് കുറച്ച് ധാന്യങ്ങൾ നൽകി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് അദ്ദേഹത്തിന് നൽകുകയും അതുകൊണ്ട് അദ്ദേഹം പോവുകയും ചെയ്തു. പിന്നീട് ഒരു ദിവസം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ബഖീയിൽ ഇരിക്കുമ്പോൾ, ബഖീയിൽ ഒരാളുടെ ഖബർ മറമാടുകയാണ്. അവിടെ ഖബർ കുഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് സമയമുണ്ട്. പ്രവാചകനും സഹാബികളും ഒരു സ്ഥലത്ത് മാറി നിൽക്കുന്നു. അവിടേക്ക് ഇയാൾ ഓടി വന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷർട്ടിൽ കയറി പിടിച്ചു, പ്രവാചകനെ തള്ളി. മാത്രമല്ല, പ്രവാചകന്റെ കുടുംബത്തെ അധിക്ഷേപിച്ചു. അദ്ദേഹം പറഞ്ഞ്, എൻ്റെ കടം എവിടെയാണ്, എൻ്റെ സ്വത്ത് എവിടെ, അതെനിക്കിപ്പോൾ കിട്ടണം. അല്ലെങ്കിലും അബ്ദുൽ മുത്തലിബിന്റെ കുടുംബം ഇങ്ങനെ തന്നെയാണ്, കടം വാങ്ങിയാൽ അവർ തിരിച്ചു തരാത്തവരാണ് എന്ന രീതിയിൽ അദ്ദേഹം അവിടുന്ന് പ്രതികരിച്ചു. ഇത് കേട്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു തൊട്ടടുത്തുണ്ടായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിന് ദേഷ്യം വന്നു. അദ്ദേഹം എഴുന്നേറ്റിട്ട്, അള്ളാഹുവിന്റെ ശത്രു, നീ എന്താണ് പ്രവാചകനെ ചെയ്യുന്നത്, എന്താണ് നീ പ്രവാചകനോട് പറയുന്നതെന്ന് വളരെ ഗൗരവത്തിൽ അദ്ദേഹത്തോട് പ്രതികരിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ റളിയല്ലാഹു അൻഹുവിനോട് അടങ്ങാൻ വേണ്ടി പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് വളരെ പുഞ്ചിരിയോടുകൂടി സൗമ്യമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഉമറെ, നീ ചെയ്യേണ്ടത് അൻതഉമുറനി ബിഹുസ്നി ആദാഇ ബിഉസ്നിൽ ആദാഇ വതഉമുറഹു ബിഉസ്നി ഇത്തിബാഅ. നീ ചെയ്യേണ്ടത് എന്നോട് അദ്ദേഹത്തിന്റെ കടം വീട്ടാൻ സൗമ്യമായി പറയാനും അദ്ദേഹത്തോട് കടം ചോദിക്കേണ്ടതിന്റെ രീതിയെക്കുറിച്ച് അദ്ദേഹത്തോട് പഠിപ്പിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അതല്ലാതെ ഈ രീതിയിൽ നീ പ്രതികരിക്കാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. മാത്രമല്ല, ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, നീ ഇദ്ദേഹത്തിന്റെ കൂടെ പോകണം, അദ്ദേഹത്തിൽ നിന്ന് വാങ്ങിയിട്ടുള്ള കാര്യം അദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കണം. മാത്രമല്ല 20 സ്വാഅ് അധികമായി നൽകണം എന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ കൂടെ പോയി അദ്ദേഹത്തിന് നൽകി. 20 സ്വാഅ് അധികം നൽകിയപ്പോൾ അദ്ദേഹം ചോദിച്ചത് എന്തിനാണ്? അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് കൽപ്പിച്ചത് ഞാൻ താങ്കളോട് ദേഷ്യപ്പെട്ട് സംസാരിച്ചില്ലേ, അതിന് പകരമായി 20 സ്വാഅ് നൽകാൻ നബി എന്നോട് കൽപ്പിച്ചു എന്നാണ്. അവിടെ അദ്ദേഹം പറഞ്ഞ്, അള്ളാഹുവിന്റെ റസൂലിനെ കണ്ട സമയത്ത് തന്നെ എനിക്ക് അലാമത്തുൻ നുബുവ, നുബുവത്തിന്റെ അടയാളം പ്രവാചകന്റെ മുഖത്ത് എനിക്ക് ദൃശ്യമായിരുന്നു. പക്ഷെ എനിക്ക് 2 കാര്യം അറിയേണ്ടതുണ്ടായിരുന്നു. വിവേകവും അവിവേകവും ഒരുമിച്ച് കൂടുന്ന സമയം പ്രവാചകനിൽ ഏതാണ് മുന്തി നിൽക്കുന്നത്, വിവേകമാണോ അവിവേകമാണോ? അത് ഇന്ന് എനിക്ക് ബോധ്യമായി. പ്രവാചകൻ ഹലീമാണ്, വിവേകിയാണ് എന്ന്. അതുകൊണ്ട് ഞാൻ വിശ്വാസിയാകുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഇതുപോലെയായിരുന്നു പ്രവാചകന്റെ എല്ലാ ഇടപാടുകളും, ആളുകളുമായിട്ടുള്ള സംസാരങ്ങളും ആളുകളുമായി ഇടപെടുന്നിടത്തൊക്കെ വളരെ വിവേകത്തോടു കൂടിയായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പെരുമാറിയിരുന്നത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ കാണാം, ഇതുപോലെ തന്നെ പ്രവാചകൻ കടമായി വാങ്ങിയ, കടം കൊടുക്കാനുണ്ടായിരുന്ന ഒരു വ്യക്തി നബിയോട് പരുഷമായി പെരുമാറി. പ്രവാചകന്റെ സ്വഹാബികൾ അദ്ദേഹത്തോട് പരുഷമായി പെരുമാറാൻ എഴുന്നേറ്റപ്പോ പ്രവാചകൻ പറഞ്ഞു, ദഅൂ, അദ്ദേഹത്തെ നിങ്ങൾ ഒഴിവാക്കുക, വിടുക. ഫഇന്ന ലിസ്വാഹിബിൽ ഹഖ് മഖാലൻ, ഹഖിന്റെ ആൾക്ക് സംസാരിക്കാനുള്ള അവകാശമുണ്ട്, അതിനുള്ള അവകാശം അയാൾക്കുണ്ട്. ഇഷ്തറൂ ലഹു ബഈറൻ, ഞാൻ അദ്ദേഹത്തിൽ നിന്ന് ഒരു ബഈർ വാങ്ങിയിട്ടുണ്ട്, അത് നിങ്ങൾ വാങ്ങി അദ്ദേഹത്തിന് തിരിച്ചു കൊടുക്കുക. ഫഅതു ഇയ്യാഹു, എന്നിട്ട് അദ്ദേഹത്തിന് കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞത്, അതിനു സമാനമായ ഒരു ബഈർ ഞങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടില്ല, ഇല്ല അഫ്ളല മിൻ സിന്നിഹി, അതിനേക്കാളും പ്രായം കൂടിയ, അതിനേക്കാളും നല്ല ഒരു ബഈർ മാത്രമാണ് പക്കലുള്ളത് എന്ന് പറഞ്ഞപ്പോൾ നബി പറഞ്ഞത്, അത് വാങ്ങിയിട്ട് അദ്ദേഹത്തിന് നൽകുക. ഫഇന്ന ഖൈറക്കും അഹ്സനുക്കും ഖളാഅ,
ഏറ്റവും നന്നായി കടം വീട്ടുന്നവരാണ് ഏറ്റവും നല്ലവൻ നിങ്ങളുടെ കൂട്ടത്തിലെന്ന് പ്രവാചകൻ അവിടെ പ്രതികരിച്ചു. അതുപോലെ തന്നെ ത്വായിഫുമായി ബന്ധപ്പെട്ട ചരിത്രം ഞാൻ വിശദീകരിക്കേണ്ടതില്ല, നമുക്കൊക്കെ അറിയാം. ത്വായിഫിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിക്കേണ്ടുന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളും, ആ പ്രയാസങ്ങളുടെ അവസാനത്തിൽ പർവ്വതങ്ങളുടെ മലക്ക് നബിയുടെ അരികിലേക്ക് വന്നുകൊണ്ട് പറയുന്നുണ്ടല്ലോ, ഇവരെ ശിക്ഷിക്കാൻ താങ്കളുടെ അനുവാദമുണ്ടെങ്കിൽ അല്ലാഹു തആല ഏൽപ്പിച്ചിട്ടുണ്ടെന്ന്. പ്രവാചകൻ എന്താ പറഞ്ഞത്? ബൽ അർജു അയ്യുഖ്രിജല്ലാഹു മിൻ അസ്ലാബിഹിം മൻ യഅബ്ദുല്ലാഹ വഹ്ദ ലാ യുശ്രികു ബിഹി ഷൈഅ. ഇവരൊന്നും ചെയ്യണ്ട, ഇവരിൽ നിന്ന് അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യുന്ന, ശിർക്ക് ചെയ്യാത്തൊരു ടീം ഉണ്ടാകുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന് പറഞ്ഞ് അവർക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മാപ്പ് നൽകുന്നുണ്ട്. ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും ആയിഷ റളിയല്ലാഹു അൻഹയും ഒരു സ്ഥലത്ത് ഇരിക്കുമ്പോൾ ജൂതന്മാരിൽപ്പെട്ട ഒരു ടീം, ഒരു റാഹത്ത് അവിടേക്ക് കടന്നു വന്നു. എന്നിട്ട് നബിയെ പരിഹസിച്ചുകൊണ്ട് അവർ പറഞ്ഞു, അസ്സാമു അലൈക്കും. അസ്സലാമു അലൈക്കും എന്നതിനു പകരം അതിന് സമാനമായ രീതിയിൽ അസ്സാമു അലൈക്കും, നാശമുണ്ടാകട്ടെ എന്നതാണ് ആ വേർഡിന്റെ അർത്ഥം. ഇത് കേട്ടപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് സഹിച്ചില്ല. അവര് തിരിച്ചു പറഞ്ഞു, വഅലൈക്കുമുസ്സാമു വല്ലഅന, നിങ്ങൾക്കാണ് നാശവും അതുപോലെ തന്നെ സാമുമുള്ളത് എന്ന്, ലഅനത്തുമുള്ളത് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പ്രതികരിച്ചു. പക്ഷേ അവരാ സലാം പറഞ്ഞപ്പോൾ ചില റിവായത്തിൽ കാണാൻ നബി തിരിച്ചു പറഞ്ഞത് വഅലൈക്കും. നബിയുടെ പ്രതികരണം അതായിരുന്നു, നിങ്ങൾക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതികരിച്ചിരുന്നു. ഇത് കേട്ടപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹയോട് നബി പറഞ്ഞത് എന്താ? മഹ്ലൻ യാ ആയിഷ, ആയിഷ ഒന്നടങ്ങ് ആയിഷ, ഇന്നല്ലാഹ യുഹിബ്ബുർ റിഫ്ഖ ഫിൽ അംരി കുല്ലി, എല്ലാ കാര്യത്തിലും മൃദുലമായി സാവകാശമായി പെരുമാറുക എന്നത് അല്ലാഹു തആല ഇഷ്ടപ്പെടുന്നതാണ്. അപ്പോ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, യാ റസൂലല്ലാഹ് വലം തസ്മഅ മാ ഖാലു, നബി ഒരു പറഞ്ഞങ്ങൾ കേട്ടില്ലേ, അവര് നിങ്ങളെപ്പറ്റി പറഞ്ഞത് താങ്കൾ കേട്ടിട്ടില്ലേ എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താ? ഖാല റസൂലുള്ളാഹ് ഖദ് ഖുൽതു വഅലൈക്കും, അതെ ഞാൻ കേട്ടു, ഞാൻ പ്രതികരിച്ചല്ലോ, വഅലൈക്കും. ഓക്കെ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം ആ രീതിയിലായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകളുമായി സംസാരിച്ചിരുന്നത്. ഉഹുദിന്റെ രണാങ്കളം ചരിത്രം നമുക്കറിയാം. നബിയെ മാത്രം ലക്ഷ്യം വെച്ച് അവിടെ പോരാടിയിരുന്ന ശത്രുക്കൾ ഉണ്ടായിരുന്നു. അവരുടെ ലക്ഷ്യം നബി മാത്രമായിരുന്നു. നബിയെ ഉപദ്രവിക്കണമെന്നും നബിയെ കൊല്ലണമെന്നും കരുതി നബിക്കെതിരെ അമ്പെയ്ത, നബിക്കെതിരെ വാളോങ്ങിയ ഒരു ടീം അപ്പുറത്തുണ്ടായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരീരത്തിൽ നിന്ന് രക്തം ഒഴുകുന്ന അവസ്ഥ ഉണ്ടായിരുന്നു ഉഹുദിന്റെ രണാങ്കളത്തിൽ, നമുക്കറിയാം. ആ രക്തം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഖത്തിൽ നിന്ന് തുടച്ചു നീക്കി നബി അവിടുന്ന് പറഞ്ഞൊരു പദം ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അന്നി അൻദുറു ഇല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ യഹ്കി നബിയ്യ മിനൽ അംബിയാഇ ദറബഹു ഖൗമുഹു ഫഅദമുഹു ഫഹുവ യംസഹു ദമ അൻ വജ്ഹിഹി. അഥവാ ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞു പോയ അമ്പിയാക്കളുടെ ചരിത്രം ഓർക്കുകയാണ്. ആ അമ്പിയാക്കളിൽ ചിലരെ അവരുടെ സമൂഹം ഉപദ്രവിക്കുകയുണ്ടായി, അവരുടെ മുഖത്ത് നിന്ന്, ശരീരത്തിൽ നിന്ന് രക്തം ഒഴുകുകയുണ്ടായി. ആ രക്തം തുടച്ചുകൊണ്ട് അമ്പിയാക്കൾ പറഞ്ഞത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. എന്താണ് അവർ പറഞ്ഞത്? അല്ലാഹുമ്മ ഗ്ഫിർ ലി ഖൗമി, അല്ലാഹുവേ ഈ സമൂഹത്തിന് നീ പുറത്തു കൊടുക്കണേ, ഫഇന്നഹും ലാ യഅലമൂൻ, അറിവില്ലാത്തതുകൊണ്ടാണ് ഇവർ പ്രവർത്തിക്കുന്നത്. എല്ലാ അമ്പിയാക്കളും പറഞ്ഞ അത് തന്നെയാണ് എനിക്കും പറയാനുള്ളതെന്ന് തൻ്റെ ശരീരത്തിൽ രക്തമൊടിക്കുമ്പോൾ ആ രക്തം തുടച്ചുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതികരിച്ചു എന്ന് നമുക്ക് കാണാൻ പറ്റും. ഹുദൈബിയയുടെ വേള, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിലെ മറ്റൊരു ഏട് നമുക്ക് വായിക്കാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലേക്ക് ഉംറക്ക് വരുന്ന വേള നമുക്കറിയാം. ഹുദൈബിയ സന്ധിയുമായി ബന്ധപ്പെട്ട ചരിത്രം. പ്രവാചകൻ ഒരിക്കലും യുദ്ധത്തിനായിരുന്നില്ല വന്നിരുന്നത്, ഉംറയുടെ വേഷത്തിലാണ് അവർ മക്കയിലേക്ക് വന്നത്. ഏകദേശം ഹുദൈബിയയിൽ എത്താനിരിക്കുന്ന സമയത്ത് ജബലു തൻഈമിന്റെ ഭാഗത്ത് നിന്ന് 80ഓളം വരുന്ന ശത്രുക്കൾ സർവ ആയുധങ്ങളുമായി സജ്ജരായി പ്രവാചകനെയും സ്വഹാബികളെയും ആക്രമിക്കാൻ വരുന്നുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ അവർക്കെതിരെ പ്രാർത്ഥിക്കുകയും അള്ളാഹു തആല അവരെ സഹായിക്കുകയും ഈ 80 ആളുകളെയും പിടിക്കപ്പെടുകയും ചെയ്തു. അവർക്ക് മുസ്ലിങ്ങൾ ഉപദ്രവിക്കാൻ കഴിഞ്ഞില്ല. പിന്നീട് എന്താണ് സംഭവിച്ചത്? ഈ 80 ആളുകൾക്ക് അവരെ പ്രവാചകൻ വെറുതെ വിടുകയാണ് ചെയ്തത്. അവരെ മക്കയിലേക്ക് പോകാൻ അനുവദിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരെ വെറുതെ വിട്ടു എന്ന് ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ പറ്റുന്നതാണ്. അതിനെപ്പറ്റിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഹുവല്ലദീ കഫ്ഫ ഐദിയഹും അൻകും വഐദിയകും അൻഹും ബിബത്നി മക്ക എന്ന് അല്ലാഹു തആല പറഞ്ഞത്. അവരുടെ കൈകൾ നിങ്ങളിൽ നിന്നും നിങ്ങളുടെ കൈകൾ അവരിൽ നിന്നും
തടഞ്ഞവനാണ് അവൻ എന്ന് അല്ലാഹു തആല പറഞ്ഞത് ഈ സംഭവത്തെ കുറിച്ചാണ്. ഇതുപോലെ തന്നെ നമുക്കറിയാവുന്ന മറ്റൊരു സംഭവമാണ് പ്രവാചകനെ വിഷം കൊടുത്ത് കൊല്ലാൻ ശ്രമിച്ച ജൂത പെണ്ണിനെ പറ്റി. സലാം ബിൻ മുഷ്കിം എന്ന് പറയുന്ന ഒരു ജൂതന്റെ ഭാര്യയായിരുന്ന സൈനബ് ബിൻത് ഹാരിസ്, അവരായിരുന്നു പ്രവാചകന് വിഷം നൽകിയത്. അവര് സ്വഹാബികളുടെ അരികിൽ വന്നുകൊണ്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ പ്രവാചകൻ അമുസ്ലിങ്ങൾ നൽകിയ ഭക്ഷണം കഴിക്കുമോ? അപ്പോൾ അവർ പറഞ്ഞു, അതെ കഴിക്കും. നിങ്ങളുടെ പ്രവാചകന് ഏറ്റവും ഇഷ്ടമുള്ള മാംസം ഏതാണ്? അപ്പോൾ അവർ പറഞ്ഞു, അത് കാലിന്റെ ഭാഗമാണ്. അതിൽ തന്നെ കൊടിയ വിഷം ചേർത്തിട്ട് പ്രവാചകനെ സദ്യക്ക് ക്ഷണിച്ച് പ്രവാചകനും സ്വഹാബിക്കും ഭക്ഷണം നൽകി. അവിടെ വെച്ച് ബിശ്ർ ബിൻ റബ എന്ന് പറയുന്ന സ്വഹാബി തൽക്ഷണം മരിച്ചു. സംഭവം നമുക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായി, ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. മരിക്കുന്ന വേളയിൽ പോലും അതിന്റെ പ്രയാസം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുഭവിച്ചിരുന്നു. എന്താണ് പിന്നെ ഈ സ്ത്രീക്ക് സംഭവിച്ചത്? ആ സ്ത്രീയെ പിടിക്കപ്പെട്ടിട്ടുണ്ട്. ആ സ്ത്രീയോട് ചോദിക്കുന്നുണ്ട്, എന്തിനാണ് നീ ഇത് ചെയ്തത്? രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ജൂതന്മാരിലെ നേതാക്കന്മാർ പറഞ്ഞതനുസരിച്ചാണ് ആ സ്ത്രീ ആ കാര്യം ചെയ്തത്. മറ്റൊന്ന്, അവൾ പറഞ്ഞത്, അള്ളാഹുവിന്റെ പ്രവാചകനാണെങ്കിൽ മരിക്കൂല എന്നെനിക്കറിയാം, കാരണം നുബുവത്ത് പൂർത്തീകരിക്കും, അള്ളാഹു തആല അദ്ദേഹത്തെ പ്രൊട്ടക്ട് ചെയ്യും, അല്ലെങ്കിൽ അദ്ദേഹം മരിക്കുകയും ചെയ്യും എന്നും ആ സ്ത്രീ പറയുന്നുണ്ട്. പക്ഷെ നമ്മളെ വിഷയം, ഈ സ്ത്രീക്ക് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിരുപാധികം മാപ്പ് നൽകുകയാണ് ചെയ്തത്. അവരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ശിക്ഷിച്ചിട്ടില്ല എന്നുള്ളതാണ് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. സഹോദരങ്ങളെ, ഇതൊക്കെ നമ്മുടെ പ്രവാചകന്റെ ജീവിതത്തിൽ നമുക്ക് വായിക്കാൻ പറ്റുന്ന വിവേകപൂർണമായ തീരുമാനങ്ങളുടെ ചരിത്രങ്ങളാണ്. വിശ്വാസികൾ എന്ന നിലയിൽ, ആ പ്രവാചകനിൽ വിശ്വസിക്കുന്ന ആളുകൾ എന്ന നിലയിൽ, ഹലീമായ അള്ളാഹുവിന്റെ അടിമകൾ എന്ന നിലയിൽ, നമുക്കിടയിലും മനുഷ്യരാണ്, മാനുഷികമായ പല പ്രശ്നങ്ങൾ ഉണ്ടാകും. അവരൻ പറഞ്ഞത് നമുക്ക് പറ്റാത്ത പല കാര്യങ്ങളും അവൻ പറഞ്ഞേക്കാം, അതെങ്കിലും നമ്മളെ ഉപദ്രവിച്ചേക്കാം. നമ്മുടെ പക്കലാണ് ഹക്കെങ്കിലും അത് വിവേകപൂർവം പെരുമാറാനും അവർക്ക് മാപ്പ് നൽകാനും പുറത്തു കൊടുക്കാനും നമുക്ക് സാധിക്കണമെന്നുള്ളതാണ് ഈ ചരിത്രങ്ങളൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത്. ഹിൽമ എന്നുള്ളത് അത് വളരെ ഗൗരവമേറിയ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആർജിച്ചെടുക്കേണ്ട ഏറ്റവും നല്ല സ്വഭാവമാണ് എന്നതുകൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മഹാനായ അഷ്ജഅ ബിൻ അബ്ദുൽ ഖൈസിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, ഇന്ന ഫീക ഖസ്ലതൈനി യുഹിബ്ബുഹുമല്ലാഹ് അൽ ഹിൽമു വൽ അനാത്ത്, നിന്നിൽ രണ്ട് നല്ല സ്വഭാവങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അത് ഹിൽമും അനാത്തുമാണ്. നബിയോട് അദ്ദേഹം തുടർന്ന് ചോദിക്കുന്നുണ്ട്, അള്ളാഹുവിന്റെ പ്രവാചകരെ, ഈ രണ്ട് സ്വഭാവവും ഞാൻ സ്വന്തമായി ആർജിച്ചെടുത്തതാണോ അതല്ല അള്ളാഹു തആല എന്നിൽ ഊട്ടിയതാണോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇത് അള്ളാഹു നിന്നിൽ ഊട്ടിയതാണ്, അള്ളാഹു തആല നിന്റെ സ്വഭാവത്തിൽ അള്ളാഹു നൽകിയതാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പ്രതികരിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നത്, എനിക്ക് ഈ രണ്ട് സ്വഭാവവും നൽകിയ അള്ളാഹും അള്ളാഹുവിന്റെ റസൂലും ഇഷ്ടപ്പെടുന്ന രണ്ട് സ്വഭാവം നൽകിയ അള്ളാഹു എത്ര പരിശുദ്ധൻ, അള്ളാഹുവിന് സ്തുതി എന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ ഹംദ് ചൊല്ലുന്നുണ്ട്. അതുപോലെ തന്നെ നബിയുടെ മറ്റൊരു ഹദീസിൽ കാണാം, ഇന്നമൽ ഇൽമു ബിത്തഅല്ലും വഇന്നമൽ ഹിൽമു ബിത്തഹല്ലും വമൻ യതഹറൽ ഖൈറ യുഅതഹ് വമൻ യത്തഖിശ്ശറ യൂഖഹ്. ഇൽമു എന്ന് പറഞ്ഞാൽ അത് പഠിക്കുന്നതിലൂടെ ലഭിക്കുന്നതാണ്. ഇൽമു കിട്ടണമെങ്കിൽ പഠിക്കണം, പഠനം നടത്തിയ ഇൽമു കിട്ടും. അതുപോലെ തന്നെ ഹിൽമും, വിവേകം പരിശീലിക്കുന്നതിലൂടെ ഹിൽമ നേടാൻ നമുക്ക് പറ്റും. ഹിൽമ രണ്ട് രീതിയിലുണ്ട്. ഒന്ന്, നേരത്തെ ഹദീസിൽ പറഞ്ഞതുപോലെ നമ്മുടെ സ്വഭാവത്തിൽ അള്ളാഹു തആല ഊട്ടിത്തരുന്ന, ജന്മനാൽ അള്ളാഹു നൽകുന്ന സ്വഭാവമായിട്ടുണ്ടാവും. അതുപോലെ തന്നെ നമുക്ക് പരിശീലനത്തിലൂടെ, നമ്മുടെ സഹനത്തിലൂടെ നേടിയെടുക്കാൻ പറ്റുന്നതാണ് വിവേകമെന്ന ഈ ഗുണം എന്നുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഹദീസിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, വിവേകത്തോടു കൂടി പെരുമാറാൻ, ദേഷ്യം വരുമ്പോൾ ഉടനെ തന്നെ, അല്ലെ, ഖദബിന്റെ സമയത്ത്, ദേഷ്യത്തിന്റെ സമയത്ത് കാര്യങ്ങൾ തീരുമാനിക്കരുതെന്ന് പറയുന്നതാണ്. ഒരു 2 മിനിറ്റ് ഒന്ന് ക്ഷമിച്ചു നിന്നിട്ട് നമ്മൾ ഒന്നുകൂടി ആലോചിച്ചാൽ, ആ സമയത്ത് ആലോചിച്ച് ആ സമയത്ത് ചെയ്യണമെന്ന് കരുതിയ കാര്യം അത് ചെയ്യേണ്ടില്ലായിരുന്നു, അല്ലെങ്കിൽ ചെയ്യേണ്ടതല്ലായിരുന്നു എന്ന് നമുക്ക് തോന്നും. ഒന്ന് സഹിക്കാൻ, ഒന്ന് ക്ഷമിക്കാൻ, കുറച്ച് സാവകാശം നൽകാൻ, അതാണ് ഹിൽമും അനാത്ത് എന്ന് പറഞ്ഞാൽ. സാവകാശം നൽകുക, ഒന്ന് സഹിക്കുക, ക്ഷമിക്കുക, അതുപോലെ തന്നെ സഹനം ശീലിക്കുക. ഈ സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അള്ളാഹുക്കും അള്ളാഹിന്റെ റസൂലിനും ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് സ്വഭാവങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല സത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കുവാനുള്ള തൗഫീഖ് നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം.
വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ.